എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. മോൻ ഇവിടെ വന്ന് കിടക്കണ എന്തിനെന്നറിയാമോ? ഞാനിവിടെ ഫുഡ് വെക്കുന്നേ അടുക്കളയിൽ. അപ്പോൾ എന്തൊക്കെയെന്ന് അറിയാനാണ് അവൻ വന്ന് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അല്ലേ പൊന്നു? അല്ലേ പൊന്നു? ആ, അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നതേ. ഇവിടെ വന്നേ, ഇവിടെ വന്നേ. ചെൻ്റെ പുറകെ ചുറ്റി നടക്കുന്നത്. ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, മോന് ഡെയിലി ഞാൻ വേറെ ഫുഡൊക്കെ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തൈര്, ആപ്പിള്, പഴം, ഒരു ദിവസം ചിക്കൻ, അങ്ങനെയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്ന ഫുഡ് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാരറ്റിൻ്റെയൊക്കെ സമയമാണ് കേട്ടോ. അപ്പോൾ അവന് ഞാൻ കൂടുതൽ ക്യാരറ്റും ബീൻസൊക്കെ ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് ചീകി കഴുകി ഇവിടെ വച്ചിട്ടുണ്ട്. ബീൻസ് കഴുകി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ തൈര് കേട്ടോ. അവനതിൻ്റെ ഇടയ്ക്കൊന്ന് ഓടണം കേട്ടോ. പൂച്ചയുടെ സൗണ്ട് കേട്ടുകൊണ്ട് കണ്ടോ, മ്യാവ് മ്യാവുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ. അതിന് പാല് കൊടുത്താൽ കുടിക്കാത്ത പൂച്ച. അതിനെന്ത് വയ്യായികയെന്നു 3-4 ദിവസമായിരുന്നു ഇങ്ങനെ കരയുന്നു. ഇടയ്ക്ക് പൂച്ച കരഞ്ഞപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഒരു അധികം പരിപ്പിട്ട ഗ്യാസ് കയറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ തൈര് വിട്ട് ഞാൻ കുഴക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അത് ഇപ്പം ചോറിന് വെള്ളം ഇരിപ്പുണ്ട്. ഞാൻ ചോറ് വെക്കാൻ പോകുന്നു. പരിപ്പും ക്യാരറ്റും ബീൻസും കൂടെ ഇട്ടിട്ട് ഞാൻ നല്ലോണം വേവിച്ച് ബ്ലമ്മനെ ആക്കും കേട്ടോ. ഇത് ചോറും തൈരും കൂടെ കൂട്ടിയാണ് അവന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വട്ടത്തിൽ അരിയണം. ഞാനത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ അരിഞ്ഞ് വെക്കണമെന്ന്. ഒരുത്തൻ ഇവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. കണ്ടോ, എൻ്റെ എൻ്റെ മോനെ വേവിക്കട്ടെ തരാം. മൈക്രോവേവിൽ എന്തോ ചൂടാക്കുന്ന കേട്ടോ. ഇവിടെ മൈക്രോവേവിൽ എന്തോ രാവിലെ വന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഇങ്ങനെ അരിഞ്ഞ് കേട്ടോ. ബീൻസും ക്യാരറ്റും എല്ലാം ഇങ്ങനെ അരിഞ്ഞിട്ട് പരിപ്പിട്ടിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഇതും കൂടെ ഇട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അവന് പ്രത്യേകിച്ചാണ് ഉണ്ടാക്കുന്നത്. എത്ര വയ്യെങ്കിലും എത്ര പണിയാണെങ്കിലും അവൻ്റെ ഫുഡ് ഞങ്ങൾ പ്രത്യേകിച്ചാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞങ്ങൾ കഴിക്കുന്ന എണ്ണയിട്ടോ ഓയിലി ഫുഡോ നെയ്യിട്ടോ ഒന്നും അവന് കൊടുക്കാറില്ല കേട്ടോ. മുടിയൊക്കെ കൊഴിയും, അതൊക്കെയാണ്, ടിക്കൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും കൊടുക്കാറില്ല. അവന് പ്രത്യേക ഫുഡുകളാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ തൈരും ആപ്പിളും പഴവും കൂടെ അരച്ച് കൊടുക്കും. ചിലപ്പോൾ അതായത് പഴവും ആപ്പിളും കൂടെ മിക്സിയിലിട്ട് അരച്ചിട്ട് തൈരിൻ്റെ കൂടെ ഇട്ട് ചോറായിട്ട് കുഴച്ച് വാരിയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിക്കനും ഇതായിട്ട് കൊടുക്കും. ഇല്ലെങ്കിൽ ഇത് എല്ലാ സബ്ജിയും കൂടെ ചേർത്ത്. അപ്പോൾ ഞാൻ ഇന്ന് ക്യാരറ്റും ബീൻസും പരിപ്പും കൂടെ ഇട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കും. ഒരുപാട് ഉപ്പ് ഇടില്ല, ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് തൈരും കൂടെ ഇട്ടിട്ട് പീച്ച് കൊടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു ഇച്ചിരി ഉപ്പ് ഇട്ട് നല്ലോണം വേവിക്കണം കേട്ടോ. നല്ല പീച്ച് വേവിക്കുക. ഇങ്ങനെ തൊണ്ടയിലിരുന്ന് അവൻ കഴിക്കൂല കേട്ടോ. നല്ല പീച്ച് കൊടുക്കണം. അവൻ നല്ലോണം വേഗണം ഇട്ടിട്ട് വേവിക്കട്ടെ. അപ്പോൾ അവൻ്റെ ചോറും അടുപ്പത്തായി. ഇത് കണ്ടോ, അപ്പോൾ ചോറ് വെന്ത് കഴിഞ്ഞു. കുക്കറും ഇരുന്ന് വേവിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിൽ പപ്പായ ഒരുപാട് ഇട്ട് കൊടുക്കാം. ഞാൻ പപ്പായ എപ്പോഴും ഇടാറുണ്ട് കേട്ടോ. ഇന്ന് പപ്പായ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. ഇനിയിപ്പോൾ പോയി മാർക്കറ്റിൽ പോയി മേടിച്ച് കൊണ്ടുവന്ന് ഇവിടെ അടുത്തെങ്ങാനും പപ്പായ ഇല്ല പച്ചക്കറിക്കാരുടെ കയ്യിൽ. പപ്പായ ഉണ്ടെങ്കിൽ പപ്പായയാണ് ഞാൻ അവന് കൂടുതൽ കൊടുക്കുന്നത് കേട്ടോ. കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, വേഗട്ടെ. അരിയും വെന്തിട്ട് ഇപ്പം ഞാൻ ഇന്ന് പപ്പായ വിട്ട് ക്യാരറ്റും പപ്പായയും ബീൻസൊക്കെയാണ് അവന് ഒരുപാട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നാട്ടിലൊക്കെ പോകുന്ന സമയമാണെങ്കിൽ അവൻ പച്ചക്കറി വെച്ച് അങ്ങനെ കഴിക്കൂല. അപ്പോൾ ഇവർ ചിക്കൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യും, കുറച്ച് ക്യാരറ്റും പരിപ്പും പപ്പായൊക്കെ ഇട്ടിട്ട് കൊടുക്കും. അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ അവൻ 2 ദിവസം കഴിക്കൂല കേട്ടോ. 2 ദിവസം ബിസ്ക്കറ്റൊക്കെ കഴിച്ചിരിക്കും. പിന്നെ അവൻ ഞാനില്ലാത്തതിൻ്റെ വിഷമത്തിൽ പിന്നെ പതുക്കെ 2 ദിവസം കഴിയുമ്പോൾ അവൻ ചിക്കനൊക്കെ ഇച്ചിരി കഴിക്കാൻ തുടങ്ങും. ഞാൻ വാരി കൊടുക്കുന്നുള്ളതുകൊണ്ട് കേട്ടോ. വാരി കൊടുത്ത് ശീലിപ്പിക്കരുതേ. അരി വേഗട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. ആയി ബിസ്ക്കറ്റ് തരാം. ബാ പൂച്ച ഓടി വരുന്നുണ്ട്. ഇന്നലെ പാല് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് വരണം. പാവ് വിശന്നിട്ടാണ്. ഇതാ ആയി അച്ചോ ഖാവ് പിയോ കുടിക്കുന്ന കേട്ടോ. ഇന്നലെ ഞാൻ രാത്രിയും പാല് ഈ പാത്രത്തിൽ കൊണ്ടുവന്ന് ബാക്കിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കുടിച്ചു. അത് കുടിക്കുന്ന വിശന്നിട്ടാ. പാവം പ്രസവിച്ചിട്ടൊരു കുഞ്ഞു പൂച്ചയുണ്ടെന്ന് അപ്പുറത്തവരുടെ പൂച്ച. അവർ വെള്ളം ഒഴിച്ച് കളയുന്നു. മുകളിലത്തെ ബുള്ളറ്റിനെയാണെങ്കിലോ നല്ലവണ്ണം നോക്കുന്നു. പാവം വിശന്നിട്ടാ കേട്ടോ. രാത്രി മൊത്തം
ഞാൻ എന്നിട്ട് ഈ പാത്രത്തിൽ പാലെടുത്ത് ബാക്കി വെച്ചപ്പോൾ അത് കുടിച്ചു കേട്ടോ. അങ്ങനെ അതിന് ഈ വെള്ളം അവർ ഒഴിച്ച് ഇതിനെ ഓടിക്കും. അതുകൊണ്ട് ഈ പാത്രം കാണുമ്പോൾ ഈ പൂച്ചയ്ക്ക് പേടിയാണ്, വെള്ളം ഒഴിക്കാനാണോ ഞാൻ വരുന്നത്. ഖാവ് ഖാവ് ഹിതിലീച്ചേ, ഖാവ് 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 ഫൈ ഫൈ വേണ തുയി ഖാവ് 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 ബാബ ഖാവ് ബാബ ഖാവ് ഖാവ് ഫൈ ഫൈ വേണ ഖാവ് ഖാവ് ഖാവ്. പേടിക്കുന്നു കേട്ടോ, പാവ. ഈ അടിച്ചോടിച്ച് വിടുന്നുണ്ടേ. ഇതിന് ഇത്തിരി വൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അടിച്ചോടിച്ച് വിടണം. ഇച്ചിരി വൃത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഖാവ് 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 ആയ് 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 ബാബ ആയ് 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 आय आय আমি এদিকে রেখে দেবে, তুমি খাও। হ্যাঁ খাও খাও, আমি এদিকে রেখে দিয়েছে। হ্যাঁ খাও, പോയി പിന്നെ വന്ന് കഴിച്ചോളൂ പാവം. പൂച്ചയെ കണ്ട് മമ്മി പാല് കൊടുത്ത് മോൻ പോയിരുന്നാലേ അവൾ പേടിച്ച് പാല് കുടിക്കാതെ ഓടും. അതാ കൊണ്ടുപോകാത്തെ മമ്മി. മോനെ കാണുമ്പോൾ മോൻ ഓടും. അപ്പം ഓടി ചെല്ലുമ്പോൾ അവൾ പാല് കുടിക്കാതെ പോകും. പാവമല്ലേ. മോൻ്റെ ചോറാവട്ടെ, തരാസ കഴിക്കണം, മരുന്ന് തരണം, ചോറ് എണ്ണ. ഫ്രണ്ട്സ്, അവൻ്റെ ഭക്ഷണത്തിന് മുമ്പുള്ള മരുന്നാണേ. അപ്പോൾ അവനെ ഞാൻ ഇവിടെ കെട്ടിയിട്ടില്ല, മരുന്ന് കഴിക്കാൻ മടിയനാണ്. അപ്പോൾ എന്നും കൊടുക്കണം കേട്ടോ. ഇന്ന് ആദ്യമല്ല, ഇവിടെ ജനിച്ചപ്പോൾ മുതൽ ഓരോരോ മരുന്ന് കൊടുക്കണം ഭക്ഷണത്തിന് മുമ്പ്. അവർക്ക് അവരുടെ സ്കിന്ന്, അത് ലിവർ ഒക്കെ കേട്ടോ. അപ്പോൾ ഇത് ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിന് മുമ്പ് ഞാൻ കൊടുക്കും കേട്ടോ. കൊടുത്തിട്ട് പിന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതേ കണ്ടോളൂ. വാ 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 വാ. അവൻ്റെ മരുന്ന് കൊടുക്കുന്നേ. അവൻ്റെ ഭക്ഷണമായി കേട്ടോ. ചോറ് വെന്തുകൊണ്ടിരിക്കണം, ചോറും കൂടെ തണുക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ ഞാൻ വേവിച്ചു, നല്ലവണ്ണം വെന്തു. നല്ലവണ്ണം ഞാൻ കയ്യിൽ കൊണ്ട് ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ അവൻ്റെ തൊണ്ടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ കൊച്ചു പിള്ളേരെ പോലെ തുപ്പിക്കളയില്ലെങ്കിൽ തൊണ്ടയിൽ വച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലവണ്ണം ഈ ഹെമദസ്തയുടെ ഇത് വെച്ചാൽ വലിയ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഞാനൊന്ന് വെച്ചിട്ട്, ഇത് കൂടാതെ തണുത്തതിന് ശേഷം ഞാനൊന്ന് കൈ കൊണ്ട് പീച്ചുകയും ചെയ്യും കേട്ടോ. അപ്പോൾ തൈര് ഈ തണുപ്പത്ത് അധികം കൊടുക്കുന്നത് ശരിയല്ല കേട്ടോ. അല്ലെങ്കിൽ ഞാനൊരു 350 ഗ്രാം തൈര് അവന് വേണം ഡെയിലി. അപ്പോൾ ഇപ്പോൾ ഞാൻ തൈര് ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് കൊടുക്കുള്ളൂ. അതുപോലെ നമ്മൾ വീട്ടിലിടുന്ന തൈര് അവൻ കഴിക്കൂല കേട്ടോ. അപ്പോൾ അവന് വേണ്ടി പ്രത്യേകം അമൂലിൻ്റെ തൈര് ഞങ്ങൾ മേടിച്ചു ഒക്കെ കാണിച്ചു തരാം. വീട്ടിൽ ഞാൻ തൈര് ഉണ്ടാക്കും, പക്ഷെ അതവൻ കഴിക്കൂല കേട്ടോ. അതവന് കഴിക്കൂല, എന്താണെന്നറിയില്ല. ഇത് കണ്ടോ, അമൂലിൻ്റെ തൈര് അവൻ കഴിക്കുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന തൈര് അവൻ ഉപയോഗിക്കില്ല കേട്ടോ. അവന് ഇഷ്ടമല്ല അത്. അവന് അമൂലിൻ്റെ തൈര് തന്നെ വേണം. ഇപ്പോൾ 1 കിലോ മേടിച്ചാൽ ചൂട് സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് 2 ദിവസത്തേക്കേ ഉള്ളൂ. ഇപ്പോൾ തണുപ്പായിട്ട് ഡോക്ടർ അധികം കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പരിപ്പൊക്കെ വെച്ച് കഴിക്കണമല്ലോ അവന് ഇച്ചിരി തൈരിൻ്റെ അംശം വേണം കേട്ടോ. ആ ഒരു രുചിയില്ലെങ്കിൽ അവൻ പിന്നെ തുപ്പിക്കളയും. അപ്പോൾ തൈര് ഒരിത്തിരി ഇതുണ്ടെങ്കിൽ അവൻ നല്ലവണ്ണം കഴിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഇച്ചിരി തൈര് ഇടും, കാരണം നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ അധികം കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇടാം. അല്ലാതെ വീട്ടിൽ വെക്കുന്ന തൈര് അവൻ ഒരിക്കലും കഴിക്കൂല കേട്ടോ. ഇനി ചോറും കൂടെ വെച്ച് തണുപ്പിച്ച് ഈ കൈ കൊണ്ട് ഞാൻ നല്ലവണ്ണം പീച്ചു ഒന്നും കൂടെ പീച്ചിട്ട് അവന് ബ്ലാ ബ്ലാ എന്നും പറഞ്ഞിരിക്കണം. ബ്ലാ ബ്ലാ എന്ന് വെച്ചാൽ തൊണ്ടയിൽ ഇറങ്ങാൻ അവന് ബ്ലാ ബ്ലാ ഇരിക്കണം. ഇത് കണ്ടോ ഇങ്ങനെ. അല്ലെങ്കിൽ ഞാൻ ഈ തൈര് കടയുന്ന ഇതുണ്ട്, പക്ഷേ ഈ ക്യാരറ്റ് നമ്മൾ പപ്പായ പെട്ടെന്ന് അരിഞ്ഞു പോകും. പക്ഷേ ഞാൻ ഇന്ന് പപ്പായ ഇട്ടില്ല കേട്ടോ. പക്ഷേ കൂടുതലും പപ്പായ വേണം പെറ്റുകൾക്കൊക്കെ കൊടുക്കാൻ. വയറിന് നല്ലതും ലിവറിന് നല്ലത്. ഞാൻ ഒരുപാട് ഒരു പപ്പായൊക്കെ പുഴുങ്ങി പരിപ്പിലിട്ട് തൈരിലിട്ടൊക്കെ കൊടുക്കാറുണ്ട്. പറഞ്ഞാൽ ഫ്രണ്ട്സ്, നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കുന്നില്ലേ. പക്ഷെ ഞാൻ എൻ്റെ ഹെൽത്ത് അധികം നോക്കാറില്ല. അതായത് ഈ വർഷം മൊത്തം എനിക്ക് ചിക്കൻ ഗുനിയ ഡെങ്കു ഉള്ളതൊക്കെ വന്നത് കേട്ടോ. ഭയങ്കര വണ്ണമായിരുന്നു. ഇപ്പോൾ ആകെ ക്ഷീണിച്ച് പോയി. 12 കിലോയായിട്ട് അത് കുറഞ്ഞു കേട്ടോ. ചിക്കൻ ഗുനിയ വന്നതിന് ശരിയാവും. അപ്പോൾ നമ്മുടെ പെറ്റിൻ്റെയും ഹെൽത്ത് നോക്കണ്ടേ. നമ്മളവനെ മകനെ പോലെയല്ലേ കാണുന്നത്. അപ്പോൾ നമ്മളത് നോക്കണം. അല്ലാതെ നമ്മൾ വീഡിയോയ്ക്ക് മുമ്പിൽ കാണിക്കാൻ അങ്ങനെയൊന്നുമല്ല. അവന് ചെറുപ്പം മുതൽ ഇങ്ങനത്തെ ഫുഡൊക്കെ തന്നെ. ചെറുപ്പത്തിൽ അവന് ഞാൻ സിർലാക്ക കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. സിർലാക്ക്
ആപ്പിളിൻ്റെ, പിന്നെ ഞാൻ റൈസ് ആപ്പിളിൻ്റെയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഇതായപ്പോൾ അവരുടെ ചെറിയ പെറ്റിൻ്റെ പെഡിഗ്രികൾ കൊടുക്കാൻ തുടങ്ങി, തൈര് കൊടുക്കാൻ തുടങ്ങി, ഐസ്ക്രീം കൊടുക്കാൻ, വാനില ഐസ്ക്രീം കൊടുക്കാൻ പറഞ്ഞു കേട്ടോ ഡോക്ടർ. വേറൊരു ഐസ്ക്രീം കൊടുക്കണ്ട, വാനിലയുടെ എസൻസുള്ളത്. അങ്ങനെ ചെറുപ്പത്തിൽ അവന് കൊടുത്തുകൊണ്ടിരുന്നത്. അതെ, ഡാഡിയെ കൊണ്ടാക്കാൻ പോകുന്നു. ഡാഡി ടാറ്റ. ചേട്ടനും ഇറങ്ങുന്നു, ഡാഡിയും ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് മോന് ഫുഡ് എടുത്ത് വച്ചിട്ടുണ്ട്, ഫുഡ് കൊടുക്കണം. ഓ കിടന്ന് ദേ ചേട്ടനും വന്നല്ലോ. രണ്ടുപേരും ദേ പോണ്. ആ ചേട്ടനും ഒരുങ്ങിക്കഴിഞ്ഞ് എല്ലാവരും പോകാൻ പോണു. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഹെൽമെറ്റ് ഇട്ടാൽ കാതുമൊക്കെ പറഞ്ഞേട്ടാ, കാതൊക്കെ മൂട്. മൊബൈലും എല്ലാം എടുത്താ, ബ്ലൂടൂത്തും അതും ഇതും ഹെഡ്സെറ്റൊക്കെ മൂടിയൊക്കെ പതുക്കെ വണ്ടി ഓടിക്കണം, പേഴ്സ് സൂക്ഷിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് അവൻ്റെ പാത്രം തന്നെയാണ് കേട്ടോ. അവൻ്റെ പാത്രം ഇത് ചെറുതുമുണ്ട് വലുതുമുണ്ട്. പക്ഷേ ഞാനില്ലാത്തപ്പോഴാണെങ്കിൽ ഹസ്ബൻഡൊക്കെ ഇതിൽ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ വെള്ളമൊക്കെ ഇടയ്ക്കൊന്ന് വച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ചോറ് കൊടുക്കുന്നത് ഞാൻ അവനൊരു വലിയ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇത് അവൻ്റെ തന്നെ വലിയ പ്ലേറ്റാട്ടോ. ഈ പ്ലേറ്റിൽ ഞാൻ ചോറ് കൊടുക്കുള്ളൂ. അപ്പോൾ അവൻ്റെ ചോറ് കോരി വെച്ചിട്ടുണ്ട്. ദേ പരിപ്പിരിക്കുന്ന, ദേ പരിപ്പും ക്യാരറ്റും ബീൻസും വേവിച്ചത് ഇരിപ്പുണ്ട്, ദേ തൈര് ഇരിപ്പുണ്ട്. അവന് ഞാൻ ഒരു മരുന്ന് കൊടുത്തത് കണ്ടല്ലോ, ഭക്ഷണത്തിന് മുമ്പുള്ളത്. ഇനി ഭക്ഷണത്തിന് ശേഷം ഒരു ഔൺസ് മരുന്നുണ്ട് കേട്ടോ. ഡെയിലി കൊടുക്കേണ്ട സാധനങ്ങൾ. അത് ഇന്ന് വരെ ഞങ്ങൾ 5 കൊല്ലം, അതൊരു ഏജ് ആകുമ്പോൾ ഡോക്ടർ മാറ്റിത്തരും, മരുന്ന് മാറ്റിത്തരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്, പലരും എന്നോട് പറഞ്ഞു ചേച്ചി ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള വീഡിയോ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഭക്ഷണമാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അവന് ഡെയിലി ഞാൻ വെറൈറ്റി ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ക്യാരറ്റും ബീൻസും പരിപ്പും ഇച്ചിരി തൈര്, ഇത് തണുപ്പായതുകൊണ്ട് ഇച്ചിരി തൈര്, ഒരുപാട് കൊടുക്കുന്നില്ല. ചൂട് സമയത്താണെങ്കിൽ ഞാൻ ഒരു 350 ഗ്രാം തൈര് അവന് ഇടും കേട്ടോ. അവന് അത്രയും വേണം ചൂട് സമയത്ത്. തണുപ്പായതുകൊണ്ട് അത്രയും കൊടുക്കുന്നില്ല. എന്നാൽ അവന് തൈരിൻ്റെ ഒരു അംശം വേണം, എന്നാലേ കഴിക്കുള്ളേ. ചില സമയം തൈരും ആപ്പിളും പഴവും കൂടെ അരച്ചതും, തൈരും ആപ്പിളും പൂവമ്പഴം കൂടെ അരച്ച്, ചിലപ്പോൾ ആപ്പിൾ ഞാൻ ഇടുന്നത് അവൻ ഇങ്ങനെ തന്നെ കഴിക്കും കേട്ടോ. കിരികിരാന്നുള്ള ആപ്പിൾ കഴിക്കൂല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അവന് മിക്സിയിലിട്ട് അടിച്ച് ചോറിൻ്റെ കൂടെ പൂവമ്പഴത്തിൻ്റെ കൂടെയും കൂടെ, പൂവമ്പഴം പീച്ചി വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാൻ പഴമെന്ന് പറയുന്നത് ഭയങ്കര ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ തൈരും പപ്പായയും ക്യാരറ്റ് വേവിച്ച പപ്പായ ഒരെണ്ണം അങ്ങനെ ഇട്ട് വേവിക്കും, എന്നിട്ട് തൈരിൻ്റെ കൂടെ ഇട്ട് പീച്ചി കൊടുക്കുക. അങ്ങനെ ഒരു ദിവസം വെറൈറ്റി ഫുഡായിട്ടാണ് ഞാൻ അവന് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ചിക്കൻ കൂടുതൽ കൊടുക്കും, തണുപ്പല്ലേ, ചിക്കനും മുട്ടയും കൂടുതൽ കൊടുക്കും. ഇല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യവും ഞാൻ മുട്ട കൊടുക്കുന്നത്. അത് 4 മുട്ടയോ 5 മുട്ടയോ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസം ഞാൻ കൊടുക്കൂല, അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇന്നത്തെ ഫുഡാണ് കേട്ടോ. ഇത് ഡെയിലി അപ്പോൾ ഞാൻ വേറെ ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചേച്ചി ഇത് കൊടുക്കുന്നതൊക്കെ കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതപ്പോൾ അവൻ്റെ തന്നെ പ്ലേറ്റാണ്, അവൻ്റെ തന്നെ പാത്രമാണ്. പക്ഷേ ഞാൻ ചിലപ്പോഴൊക്കെ ഇതിൽ കൊടുക്കാറുള്ളൂ. ഇതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവൻ വലുതായില്ലേ, അതുകൊണ്ട് വലിയ പാത്രം മേടിച്ചു. ചെറിയ പാത്രമുണ്ട്, ചെറിയ പാത്രത്തിൽ പെഡിഗ്രി അല്ല, ഇപ്പം എൻ്റെ കൈ കൊണ്ട് ഞാൻ വാരി കൊടുക്കുന്നുണ്ട്, പെഡിഗ്രി പൊടിച്ചൊക്കെ കൊടുക്കുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ പാത്രം അധികം എടുക്കാറില്ല. എന്നാലും വെള്ളമൊക്കെ കൊടുക്കട്ടോ. ചൂട് വരുമ്പോൾ വെള്ളം ഇതിലും വേറെ പാത്രത്തിൽ നിറച്ച് കൊടുക്കും. കാരണം ഒരു 5-6 ലിറ്റർ വെള്ളം ഇപ്പോൾ അവൻ ചൂടത്തും കുടിക്കും, ഇപ്പോൾ തണുപ്പത്തും നല്ലവണ്ണം വെള്ളം കുടിക്കുന്നവനാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അവൻ്റെ ചോറൊക്കെ ആയി, ദേ തണുക്കാൻ വെച്ചു. അതിൻ്റെ കൂടെ തണുത്ത് കേട്ടോ. കുറച്ച് തൈരും കൂടെ ഒഴിക്കുന്ന കേട്ടോ. ഞാൻ പരിപ്പും ക്യാരറ്റും ബീൻസും എല്ലാം വേവിച്ച് നല്ല ഇതാക്കി കുറച്ച് തൈര് ഇടുന്നുള്ളൂ കേട്ടോ. ഞാൻ കൂടുതൽ ഇട്ടാൽ തണുപ്പല്ലേ, ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തണുപ്പ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. എന്നിട്ട് നല്ലവണ്ണം പീച്ചണം കേട്ടോ. പീച്ച് ഈ പരിവാവണം, എന്നാലേ അവൻ കഴിക്കത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അവന് ഇറങ്ങൂല. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ പപ്പായയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ, പപ്പായയാണ് ഞാൻ അവന് കൂടുതൽ കൊടുക്കുന്നത്. ഡോക്ടർ പപ്പായ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അതാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അവൻ്റെ ഫുഡൊക്കെ കൊടുക്കുന്നത്. അവൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തുപ്പും കേട്ടോ, തുപ്പും ഭയങ്കരമായിട്ട്. കുറച്ചും കൂടെ തൈരിടാം. ഞാൻ ഒരു കയ്യിൽ വീഡിയോ ആയത് കൊണ്ടാണ് കുറച്ചും കൂടെ തൈരിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ബ്ലംബ്ലമ്മനാക്കണം, ഇല്ല കഴിക്കൂല.
അപ്പോൾ അവൻ്റെ ഫുഡൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അവന് തന്നെ ഈ ഫുഡ് കൊടുക്കാനും അവന് ഫുഡ് വാരി കൊടുക്കാനൊക്കെ ഒരുപാട് നേരം വരും കേട്ടോ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് ഒരു മരുന്നുണ്ട്, അത് കഴിഞ്ഞ് വെള്ളത്തിൽ തുടച്ചെടുക്കണം, പൗഡർ എടുക്കണം, അതിന് തന്നെ ഒത്തിരി സമയം എടുക്കും കേട്ടോ. ഇവിടെ ഇരുത്തിയിരിക്കണ ഡ്രസ്സൊക്കെ ഊരി കേട്ടോ. ഭക്ഷണം കൊടുത്തു, ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിൽ അവൻ്റെ ഷാമ്പു ഇട്ടിട്ട് ഒന്ന് തുടച്ചു കൊടുക്കും. ഇതൊക്കെയാണ് പരിപാടി കേട്ടോ. പിന്നെയും വന്ന് അവൻ അവിടെ ഇരിക്കുന്നു കേട്ടോ. അവിടെ ഇരിക്കാം മമ്മ. നമ്മുടെ പൊന്നല്ലേ, വാ മമ്മയുടെ പൊന്ന്. വന്നേ അവിടെ ഇത് ഇടല്ലേ. ഹോയ് കഴിച്ചു. കഴിച്ചോ നമുക്ക് പോവാ. വായിൽ വെച്ചോണ്ടിരിക്കല്ലേ, പോവാ നമുക്ക്. വായിൽ വെച്ചോണ്ടിരിക്കല്ലേ പൊന്നാ. നല്ല കുട്ടികളെ എല്ലാ ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ മോനെ ഹായ് എന്ന് പറഞ്ഞേണ്ട. ആ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് എൻ്റെ പണികൾ കേട്ടോ. ഇവന് വാരി കൊടുക്കണം. കഴിച്ചോ പോവാ നമുക്ക്. ടാറ്റ പോ കഴിക്ക്. ഇന്ന് ഒത്തിരി ഉജാര കുറവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇതൊക്കെ തന്നെ പണി. ഇത് കണ്ടോ, അവിടെ ഇരിക്കാം പോലെ. അത് വീഡിയോ എടുക്കണം എന്നറിഞ്ഞപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. കഴിച്ചോ? പെട്ടെന്ന് കഴിച്ചോ. ഇത് മമ്മി തരുന്നില്ലല്ലോ. കുറച്ചും കൂടെ ഉള്ളു. കുറച്ചും കൂടെ ഇവിടെ ഇത്തിരി ഉജാലയുടെ പ്രശ്നമുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, അതുകൊണ്ടാണ്. കണ്ടോ കഴിക്കുന്നത്, കണ്ടോ. വേണ്ട, ചോറ് ഇങ്ങനെ വാരി കൊടുക്കണമെങ്കിൽ ഞാൻ കഴിക്കൂലേ. ഞാൻ ഇരുന്നൊക്കെ കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. കാരണം ഞാൻ ഇരുന്നിട്ട് അവനവിടെ ഇരിക്കും, അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാൻഡ് വെക്കണ്ടേ, അപ്പം അതുകൊണ്ടാണ്. അവിടെ ഇരുന്നേ. നല്ല മോനല്ലേ. അവന് ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി പ്രയാസമാണ് കേട്ടോ, ബുദ്ധിമുട്ടാണ് അവന്. കഴിച്ച പോയിട്ട് നമുക്ക് പോവാമേ. മുഖമൊക്കെ കഴുകി നീ ചൂടുവെള്ളത്തിലൊക്കെ തുടച്ചെടുക്കണം. ഇത് കണ്ടോ, ഇതൊക്കെയാണ് ഫ്രണ്ട്സ്. ഇതൊക്കെ പല്ല് നോക്കട്ടെ ഇപ്പം. പല്ല് ചൂടുവെള്ളം എടുത്തോണ്ട് വരട്ടെ മാമ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ചൂടുവെള്ളമാണ് കേട്ടോ. ഇത് ചൂടുവെള്ളമാണ്. ഞാൻ ബക്കറ്റിൽ ചൂടുവെള്ളം കൊണ്ടുവന്ന് ഇനി അവൻ്റെ ഇത് എന്തോന്നാ ഷാമ്പു ഒന്നും ഇടും കേട്ടോ. ചൂടുവെള്ളം തിളപ്പിച്ചുകൊണ്ട് ഹൾക്ക ചൂടുവെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ വെള്ളം കൂട്ടി, എന്നിട്ട് ഈ ഷാമ്പു ഒരു തുള്ളി അങ്ങോട്ട് ഒഴിച്ചിട്ട് അവനെ തുടച്ചെടുക്കും കേട്ടോ. ഇങ്ങനെയാണ് ഡെയിലി ചെയ്യുന്നത് ഫ്രണ്ട്സ്. ഞാനിതേ കുളിച്ച് കയറി വന്ന് നമ്മുടെ ഭക്ഷണമൊക്കെ പിന്നെയാണ്. കൈയൊക്കെ നോക്കട്ടെ മമ്മ. പുറത്ത്
അതൊക്കെ നോക്കട്ടെ. വണ്ടി കാതൊക്കെ നോക്കട്ടെ മാമ. കാതൊക്കെ നല്ല സുന്ദരനായി. അപ്പോൾ അവൻ്റെ ഷാമ്പു ഇട്ടിട്ടാണ് ഈ തുടക്കണത്. ഡെയിലി ഇങ്ങനെ കുളിപ്പിച്ചിരുന്നാലും നമ്മൾ അങ്ങനെയൊക്കെ തുടക്കുന്നത് കേട്ടോ. ഇനി ഒന്ന് നനഞ്ഞ് ഉണങ്ങിയ തുണി ഇട്ടിട്ട് ഒന്ന് തുടച്ചിട്ട് നമ്മൾ പെറ്റിനൊക്കെ ഇങ്ങനെ തന്നെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ശരിയാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചേച്ചി ചോറ് കൊടുക്കുന്നതും എല്ലാം ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാത് പറഞ്ഞു കാത് അപ്പം അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ അവൻ്റെ പണി. ഇനി ഉണങ്ങിയ തോർത്ത് കൊണ്ട് ഒന്ന് തുടച്ചിട്ട് അവനെ ഞാൻ നോക്കട്ടെ ഒന്ന് ക്രീമും പൗഡറൊക്കെ ഇട്ട് കൊടുക്കും. അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഫുൾ അവനെ തുടച്ചെടുക്കട്ടെ എന്നിട്ട് കാണിക്കാം. ഇവിടെ പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ പണി കേട്ടോ ഫ്രണ്ട്സ്. കണ്ടില്ലേ, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇത് 1 മണിക്കൂർ 1.5 മണിക്കൂർ പിടിക്കും കേട്ടോ. പിന്നെ ഞാൻ അത് വെട്ടി ചുരുക്കി ഇത് തന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് തുടക്കണതേ കാണിച്ചോളൂ. പിന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് നല്ലോണം തുടക്കും കേട്ടോ അവരെ. അപ്പോൾ കുറച്ചൊക്കെയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ ഇരിക്കേ. അപ്പോൾ നമ്മൾ കുറച്ചല്ലേ വീഡിയോയിൽ എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ പരിപാടികളും കഴിഞ്ഞു കണ്ടല്ലോ, ഏകദേശമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. മുടി ചീകി കൊടുക്കുന്ന അവൻ്റെ അച്ഛനാണ് കേട്ടോ. മുടി ചീകാൻ അവൻ്റെ അച്ഛനെ ചെയ്യൂലേ, എന്നാൽ നമ്മളൊന്നും ചെയ്യൂല. കാരണം ഞാൻ ചെയ്തു കൊടുക്കും, എനിക്ക് വേറെ ചീപ്പിട്ട് ചെയ്യാനേ അറിയാവൂ. അപ്പോൾ അവൻ്റെ ഇലക്ട്രോണിക് ചീപ്പ് എടുത്തിട്ട് അവൻ്റെ അച്ഛനാ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കട്ടെ പൊന്നാ, സുന്ദരനാവണ്ടേ? പല്ലൊക്കെ കണ്ടോ? പല്ല് ഇവനെ ഇങ്ങനെയും പേസ്റ്റൊക്കെ കൊടുത്ത് നമ്മൾ തേക്ക്. എന്നാലും ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോഴേ പല്ല് മഞ്ഞ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെ വേണം. കുളിച്ച് കയറി വന്നത് കേട്ടോ, നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കണം. നോക്കട്ടെ മോനെ, കൈ നോക്കട്ടെ, കൈയൊക്കെ നോക്കട്ടെ. കൈ തന്നേ, കിടന്നേ, പൊന്നോ കിടന്ന് കൈ തന്നേ, കൈയൊക്കെ കൈയുടെ ഇടയൊക്കെ നോക്കട്ടെ. ഇതൊക്കെയാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ നോക്കലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ബാബാ ഇടട്ടെ, സുന്ദരനാവണ്ടേ പൊന്നു? സുന്ദരനല്ലെന്ന് പറയും, റൂമയൊക്കെ പറയും കേട്ടോ. റൂമയൊക്കെ പറയും മോന് സുന്ദരനല്ല എന്നൊക്കെ പറയും. അതൊക്കെ നോക്കട്ടെ. നമ്മൾ സ്പ്രേയും അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ സ്പ്രേ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്പ്രേയും അടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ പൗഡറാണ് ഇടുന്നത്. പിന്നെ ടിക്കിൻ്റെ പൗഡറാണ്, നമ്മളെ ആൻറ്റി ബാക്ടീരിയ പൗഡറാണ് എല്ലാം മേടിച്ചിരിക്കുന്നത്. കൂടാതെ നമ്മൾ ടിക്കിന് വേണ്ടി 2000 രൂപ കേട്ടോ. 1 വർഷത്തിൽ ഒരിക്കൽ ഒരു ചോക്ലേറ്റ് പോലത്തുള്ള ഗുളികയുണ്ട്, ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പേരൊക്കെ. അത് കൊടുത്താൽ മതി. ടിക്ക് വലിയ ടിക്കൊന്നും വരില്ല. ഇപ്പോൾ അവർ കൊടുക്കേണ്ട സമയമായി ഏപ്രിലിൽ. ഇപ്പം ഞാൻ ഈ മാസം മേടിച്ച് കൊടുക്കും. എല്ലാ വർഷവും ഏപ്രിൽ ഒരു ഡിസംബർ ഈ മാസമൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ മേടിക്കാൻ പോവുക, കടയിലില്ല. വന്നിട്ട് അവരെന്നെ വിളിക്കും കേട്ടോ, വിളിച്ചിട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ ദിനചര്യകളൊക്കെ കേട്ടോ. ഇവന് ഇത് കഴിഞ്ഞാൽ അവൻ ഒരിടത്ത് ഇരുന്നോളും, കിടന്നോളും. നമ്മുടെ പണികളൊക്കെ നടക്കും. നാളെ എൻ്റെ പിറകെ ആയിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. വേറെ അവന് ഞാൻ എവിടെ പോകണം എന്ത് പോകണം എന്നുള്ളതാണ്. ഇത് കണ്ടോ, കൈയൊക്കെ ഇട്ട് തരണുണ്ടോ? തറ കൈയൊക്കെ തരുന്നുണ്ട്. നല്ല പൊന്നല്ലേ മമ്മിയുടെ പൊന്ന്, ഗുഡ് ബോയ്. റൂമയൊക്കെ പറയും കാലുമല്ല നല്ലത്, എൻ്റെ മോനാണ് നല്ലതെന്ന് പറയും അവർ.
കണ്ടോ, കൈയൊക്കെ ഇട്ട് തരും കേട്ടോ. നമ്മൾ ഒന്നും വിചാരിക്കേണ്ട, കൈയൊക്കെ ഇട്ടവനെല്ലാം നല്ല ഇച്ചിരി ഈ സമയം തണുപ്പ് സമയമാകുമ്പോൾ നമ്മൾ എത്ര മുടി കൊഴിയണ മരുന്ന് കൊടുത്താലും മുടി കൊഴിയും കേട്ടോ. ഓ ദേ 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 സുന്ദരനായി ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ മോനെ. ബാ ഇവിടെ വന്നേ പോവാന്നൊക്കെ. ഇവിടെ മമ്മിക്കൊരു ഉമ്മതാ മമ്മിക്കൊരു ഉമ്മതാ അമ്മിക്കൊരു ഉമ്മ തന്നെ അമ്മയ്ക്കൊരു ഉമ്മ തന്നെ. ഇനി ഉമ്മ തന്നെ, ഇനി ഒരു ഉമ്മ തന്നെ. അപ്പം മമ്മിക്ക് ഉമ്മയൊക്കെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടല്ലോ എൻ്റെ മോൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതേ ഇവിടെ കിടക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു മോന് ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്, മോൻ്റെ എങ്ങനെയാണ് എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുള്ള കുറച്ച് ഞാൻ എടുത്തു തന്നു കേട്ടോ. മുഴുവൻ എടുക്കുമ്പോൾ കുറേ നേരം പിടിക്കും, 1.5 മണിക്കൂർ പിടിക്കും കേട്ടോ. ഇവന് ഭക്ഷണം കൊടുത്താൽ അവിടെ തുടച്ച് വന്നതൊന്നും ഞാൻ കാണിച്ചില്ല. അവിടെ തുടച്ചിട്ട് പിന്നെ നമ്മളവിടെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇച്ചിരിയൊക്കെ വീഴുമല്ലോ, അപ്പോൾ മഞ്ഞപ്പൊടിയുടെ കളറൊക്കെ ആകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ തുടച്ചെടുത്തു, അങ്ങനെയൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ദേ ഇത് ഭക്ഷണത്തിന് ശേഷമുള്ള മരുന്നാണേ. അപ്പോൾ ഞാനിത് കൊടുക്കുന്നു. ദേ അവർ കണ്ടോ, അതും കൊടുത്തു. ഇത് വെറുതെ കെട്ടുന്നതായിട്ടോ, അല്ലെ ഓടിപ്പോവും, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഭക്ഷണത്തിന് ശേഷമുള്ള മരുന്ന് കാണിച്ചില്ലായിരുന്നു, പിന്നെ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷമുള്ള മെഡിസിനും കൂടെ കൊടുത്തു, കണ്ടില്ലേ. അപ്പോൾ നാളെ ഈ മറ്റേ വീഡിയോ ബൈ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. ഓക്കെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട്